ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ലോകത്ത് നടന്ന ഒരു മഹാസംഭവം. അമേരിക്കയുടെ തലസ്ഥാനമായ ന്യൂയോർക്കില് ചരിത്രത്തിൽ ആദ്യമായി ഒരു മുസ്ലിം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഖുർആൻ തൊട്ടുകൊണ്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. നിങ്ങൾ വായിച്ചില്ലേ, അറിഞ്ഞില്ലേ? മണിക്കൂറുകളല്ലേ കഴിഞ്ഞതുള്ളൂ. എന്താണ്? ഖുർആൻ മനുഷ്യത്വമാണ്. അങ്ങനെയുള്ള ഒരു അമേരിക്കന്റെ ചരിത്രത്തിൽ ന്യൂയോർക്ക് തലസ്ഥാനത്ത് അദ്ദേഹത്തിന് ഇതിൽ എന്തെല്ലാം നടന്നു. പക്ഷെ അദ്ദേഹം വിജയിക്കാനുള്ള കാരണമെന്ത്? മനുഷ്യർക്കൊപ്പം അദ്ദേഹം നിന്നത് കൊണ്ടാണ്. ഇവിടെയാണ് ഇന്നൊരു പ്രതിജ്ഞ, ഞാൻ മനുഷ്യർക്കൊപ്പം. അവസാനമായി കാസർഗോഡ് ജില്ല കേരളത്തിന്റെ ഒരറ്റത്താണ്. പലപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ടോ എന്ന വേദന തോന്നാറുണ്ട്. അതിൽ ഏറ്റവും വലിയ വേദനയാണ് എൻഡോസൾഫാൻ ബാധിതർക്ക് ഇന്ന് വരെ അർഹമായ ഒരു പ്രാധാന്യം, പരിഗണന, ചികിത്സ, പ്രതിവിധി ലഭിച്ചിട്ടില്ല എന്നത്. ഇവിടെയാണ് നേരത്തെ സ്പേസ് സെക്രട്ടറി പറഞ്ഞ അടിയന്തരമായി കാസർഗോഡ് ജില്ല ഒരു മെഡിക്കൽ കോളേജ് മാത്രമല്ല, ഒരു എയിംസ് തന്നെ കാസർഗോഡ് ജില്ലക്ക് അനുവദിച്ച് കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതരെ എന്തുകൊണ്ടും രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം. പക്ഷെ എൻഡോസൾഫാൻ ബാധിതരോട് ഒരു കാര്യം ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, ലോകത്ത് പരിമിതികളും അംഗപരിമിതികളും നിറഞ്ഞു നിന്ന ക്ലർക്കില്ലാർ പറഞ്ഞ വാക്കുകളാണ്, വി ക്യാൻ ഡു ലിറ്റിൽ, ടുഗദർ വി ക്യാൻ ഡു സോ മച്ച്. ഒറ്റക്കാണെങ്കിൽ കുറച്ചേ ചെയ്യാൻ കഴിയൂ, എല്ലാവരും ചേർന്നാണെങ്കിൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങൾ തളരരുത്, നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടരുത്. അങ്ങനെ എത്ര ശാരീരിക മാനസിക വൈകല്യങ്ങൾ ഉള്ളവർ ലോകത്തിന് മാതൃകയായിട്ടുണ്ട്.